bride and groom are ready over here. So if we are all ready, let us welcome them over to the stage. അപ്പോൾ അവിടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കളർഫുൾ എൻട്രി തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. चिलाडाची लाडाची ग आवडहिला चंद्राची चंद्राची ग नवराई माझी नवसाची नवसाची ग अप्सरा जशी इंद्राची इंद्राची ग over there, right? But bride and family and friends are there. Everyone, bride's friends and family. And what about the groom's friends and family? Alright. അപ്പോൾ രണ്ട് സൈഡിലും നല്ല എനർജറ്റിക് ആണ് അല്ലേ? അപ്പോൾ വൈബ് ആവാനായിട്ട് കളർഫുൾ ആക്കാനായിട്ട് എല്ലാവരും റെഡി ആണോ? ഒരു യെസിന് കുറവാണോ? റെഡി ആണോ? Alright, so that is what we want. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സോട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോട് തന്നെ ഇന്നത്തെ ഒരു ഹൽദി സെറമണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. So first of all, I have to say that as we all know, Adhiresh, Navya and Arumal are starting a very beautiful journey together. അവർ രണ്ടുപേരും ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. And today we are here to be a part of this happy and exciting event. അവരുടെ ഹൽദി സെറമണിയിലെ ഭാഗമാകാനാണ് നമ്മൾ എല്ലാവരും മുന്നേ ഇവിടെ എത്തിയിട്ടുള്ളത്. So I can promise you that this event is going to be very colorful and very entertaining. At the end we are going to have a lot of fun together. So now may I request Adhiresh, Navya's as well as Arumal's immediate family members to please come out to the stage to be a part of the haldi ceremony. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും immediate family members, parents and ഘടകങ്ങളുടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. May I now request Navya's father to please come out to the stage and welcome the gathering. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ രണ്ട് ഫാമിലിയുടെയും പേരിൽ ഹാർദമായ സ്വാഗതം. Good evening everyone. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്നേഹമുള്ള മുഖങ്ങൾക്കും സ്വാഗതം. 2023 ജൂൺ 25-നാണ് നവ്യയെ ആദ്യമായിട്ട് കാണുന്നത് അബുദാബിയിൽ വെച്ച്. 9 മാസങ്ങളായി. ആദ്യം ശ്രദ്ധിച്ചത് നവ്യയുടെ അമ്മയാണ്, രാജി. രാജി, സന്തോഷ്, അപ്പു, അമ്മു. ഞങ്ങളുടെ വീട്ടിലൊരു അമ്മ ഉള്ളത് കൊണ്ട് നവ്യ അന്ന് മുതൽ നമുക്ക് നവ്യയായി മാറി. ആരുമലിനെ സംബന്ധിച്ച് ഒരു കല്യാണ ആലോചന വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും താല്പര്യമുള്ള കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ എന്തൊരു സ്വഭാവമുള്ള കുട്ടികളെയാണ് ഇഷ്ടം ചോദിച്ചപ്പോൾ പൊതുവെ അഭിപ്രായം പറയുന്നത് കുറവാണ് ആരുമൽ. പക്ഷെ ആദ്യം പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വളരെ ഹോംലി ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. രാജിയെ കണ്ടപ്പോൾ മകൾ എങ്ങനെയായിരിക്കും വളർന്നതെന്ന് എനിക്ക് ഒരു സംശയവും തോന്നിയില്ല. രണ്ട് കുടുംബങ്ങൾ ഒന്നു ചേർന്നു. പക്ഷേ ആരോമലിനോടും നവ്യയോടും പറയാനുള്ളത്, ഏത് ഫാമിലിയിൽ നിന്നാണോ നിങ്ങൾ വന്നത് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ രണ്ടുപേരും പടുത്തുയർത്തുന്ന ഒരു ഫാമിലിയുണ്ട്, അതാണ് പ്രാധാന്യം വഹിക്കുന്നത്. ദ ഫാമിലി യു ക്രിയേറ്റ് is the most important thing. Thank you. So now, even though നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ
സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. Can we please have Shantamari teacher on stage? സ്നേഹസമ്പന്നമായ സഹൃദയ സമക്ഷം, ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലായാലും ഭൂമിയിലായാലും വിവാഹം സ്വർഗതുല്യമാക്കേണ്ടത് ദമ്പതിമാരുടെ കർത്തവ്യമാണ്. മാത്രമല്ല, രണ്ടു പേർക്ക് തനിച്ച് നേരത്തെ പിന്നെ അനുമ്മൻ്റെ അമ്മ എൻ്റെ മകൾ പറഞ്ഞതുപോലെ ഒരു ഫാമിലി പടുത്തുയർത്താൻ സാധ്യമല്ല. നമുക്ക് കൂടെ നിന്നേ പറ്റൂ. ആരൊക്കെയാണ് കൂടെ വേണ്ടത്? പിതാവ്, മാതാവ്, കൂടപ്പിറന്നോർ, ബാന്ധവരിഷ്ടന്മാർ, പ്രേയസി, മക്കൾ, പുരുഷൻ തുടങ്ങി പ്രേമപരാധീനരായ പലരും നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ടാണ് ഈ ജീവിതം നമുക്ക് ദോഷപ്രദമായി തോന്നുന്നത്. ഒരു കുളമ്പുചായി ചാടിക്കിടക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. ഇനി ഞാനും നീയും എന്നില്ല, നമ്മളൊന്ന്. ഞങ്ങളും നിങ്ങളും എന്നില്ല, ഞങ്ങളൊന്ന്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. സ്നേഹവും സഹകരണവും അതുപോലെ തന്നെ നിസ്വാർത്ഥമായ സ്നേഹവിശ്വാസങ്ങൾ കൂടി ഒരു ഫാമിലി പടുത്തുയർത്തുകയാണ് ആവശ്യം. നമ്മളൊന്ന്, നമ്മൾ എന്ന വിവാഹമന്ത്രം നാം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. അവർക്ക് സർവ ഐശ്വര്യങ്ങളും മംഗളങ്ങളും സമൃദ്ധമായ ഒരു ജീവിതവും അതുപോലെ തന്നെ ഒരു സൽസന്താന സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. Thank you so much. അപ്പോൾ എന്തായാലും സിബ്ലിംഗ്സ് ആണെങ്കിലും ബാക്കി എല്ലാവർക്കും ആണെങ്കിലും സെയിം കാര്യമാണ് പറയുന്നത് അല്ലേ? യു വാണ്ട് ദെം ടു ബി ഹാപ്പി ആൻഡ് വിഷിംഗ് ദെം എ വെരി ഹാപ്പി ലൈഫ് അല്ലേ? സോ ലെറ്റ് us start our haldi ceremony over here. सारे ओवे माहिया तेरे हाथ में है जो मेहंदी, बस नाम उसी का लेंदी। वो खोया कहाँ पे है ढूंढो जरा। रिंग सेरेमनी आज रखवा के, बैंड बाजा आज पट बुला के, माही मेरा कितने रह गया। काट शगन भी आज छुपवा के, बैंड बाजा आज पट बुला के, माही मेरा कितने रह गया। ബാക്കി ഹൽദി സെറിമണിയിലൊക്കെ നടക്കുന്നതിന് മുമ്പ് ഐ പ്രോമിസ് യു ഓൾ ദാറ്റ് യു ഗോയിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ഹിയർ. നമ്മുടെ ഒരു കളർഫുൾ ഇവന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ അടിപൊളി പെർഫോമൻസ് ഫ്രം ദി കസിൻസ് ഓവർ ഹിയർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, join me in welcoming the cousins on stage.
रोमियो रोमियो कल के रोमियो भोले शक्ल वाले सारे के सारे पर पियो रोमियो रोमियो धरती प्रेमियो काहे कल पड़े हो बिल्कुल नहीं बारातियो सर से पैर तलक बेटा हाथ हुस्न से ഇവിടെ നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അബ്ബൈഡൻ ഗ്രൂപ്പ് അവർ സീ ദ ബ്ലെസ്സിങ്സ് യോ. We're going to have a kutti activity for them. For now, we are just going to have this shoe game. ഈ ഒരു ഗെയിമിന്റെ ഇന്റൻഷൻ എന്താ വെച്ചാൽ we are going to see how much they know each other, how well they know each other. അല്ലേ? അപ്പോൾ who do you think knows their partner better? Is it Aromal or is it Navya? നവ്യക്കാണ് ആരോമലിനെ നന്നായിട്ട് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ നവ്യക്ക് വേണ്ടി ഒരു നല്ലൊരു കൈഡിയായാലോ? Alright. So now, if you think Aromal is the one who knows Navya better, can we have a round of applause for Aromal? രണ്ടുപേർക്കും ഒരേ സപ്പോർട്ടാണ് അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ. ഷാൽ വി ഗോ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം തന്നെ, ഹു കുക്സ് ബെറ്റർ? For sure, Navya. But for each correct answer, I want you all to please put your hands together and support them as well. അപ്പോൾ നവ്യയാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് പറഞ്ഞു. Were you lucky enough to have any of the cuisine or dish that she had prepared? Guidance, and then that's when she got better. So I think you are the chef. You give her all the guidance and how to cook and everything, and she's your assistant. That's what you're telling. It's pretty much. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഏതാണ്, അല്ലെങ്കിൽ in which particular dish did you give her the assistance or guidance? Italian. Italian. Can you just give us a recipe of any Italian dish here? Spaghetti and meatballs. So that's the best thing I can make. So I thought he was, just giving us the lie over here. കള്ളം പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. പക്ഷേ he's so confident that റെസിപ്പി ചോദിച്ചാൽ ഉറപ്പായിട്ട് റെസിപ്പി പറയുന്നത് എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. So can we have a round of applause for Navya, the assistant, and Aromal, the cook, the chef? All right. So now let's go for the next question. Are you guys ready? Who is the better bathroom singer? You can turn around and check if it's the correct answer. Yes. A big round of applause. Aromal ആണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ടൊക്കെ നമുക്കൊന്ന്. So now what about the person who keeps the room messier? ഒരു വൃത്തിയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഡ്രസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ അലമ്പാക്കി ഇടുന്ന ആള്. Who is that particular person? Aromal. രണ്ടുപേരും കറക്റ്റ് ഉത്തരമാണ് തന്നിട്ടുള്ളത്. Yes. She knows you well. Yeah. Don't worry. Now, the next question. Who was the first one to fall in love? Oh, that's so sweet. Can you just turn around and check the answer?
Yes, അപ്പോൾ നവ്യാണ് the person who fell in love with the other one. Okay, so now let me just add one question with this. Who is more romantic? Please turn around and say. Like രണ്ടുപേരും റൊമാൻറ്റിക് ആണെന്നാണ് പറഞ്ഞത്. Okay, who loves kids more? രണ്ടുപേർക്കും ഇഷ്ടമെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ യുനോ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ് കമ്പാരിറ്റീവ്ലി? If you don't have an answer, you need not give me an answer. Yeah. നവ്യക്കാണ് കുറച്ചും കൂടി ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹൂസ് ദാറ്റ് വൺ പേഴ്സൺ ഹൂ ഡ്രിങ്ക്സ് ദി വാട്ടർ ആൻഡ് കീപ്സ് ദി എംപ്റ്റി ബോട്ടിൽ ഇൻ ദ ഫ്രിഡ്ജ്? ആരോമല റൂമൊന്നും ക്ലീൻ ആയിട്ട് വെക്കത്തുമില്ല, എന്നാൽ വെള്ളം കുടിച്ച് നവ്യക്ക് കുറച്ച് വെള്ളം അവിടെ നിറച്ച് വെക്കാന്നാണ്, അതും ചെയ്യില്ല അല്ലെ? ഇല്ല, മേ ബി കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവുമായിരിക്കും അല്ലെ? ഹോപ്പ്ഫുള്ളി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ നീഡ്സ് മോർ പാമ്പറിങ്? For sure, Navya, അല്ലേ? But she deserves that pampering. She is such a sweet person, അല്ലേ? ശരിയാണോ? അങ്ങനെ തോന്നുന്നവർ മാത്രം ഒരു കൈഡ് നൽകാമോ? Alright, so Navya, കുറേ പേര് സപ്പോർട്ട് കേട്ടോ. There is so many people here to pamper you. Yes, next one. Who is the first one to fall asleep? ആദ്യം ഉറങ്ങുന്ന ആള് ആരാണ്? ആരോമൽ. So what time, maximum എത്ര നേരം വരെ you are awake, even if you are with friends or family? 9 p.m. and all. 9 p.m. and then I thought he was going to say maybe ഒരു 12 മണി വരെ ഇങ്ങനെ പാർട്ടി ഇങ്ങനെ കേട്ടൊക്കെ നടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പേഴ്സണേ അല്ല തോന്നുന്നു. Oh, he wakes up early. Okay, who's the one who wakes up early? ആരോമൽ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നേരത്തെ ഉറങ്ങും, നേരത്തെ എഴുന്നേക്കും. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് തോന്നുന്നത്. ഹൂസ് മോർ ഹെൽത്ത് കോൺഷ്യസ്? അഗെയിൻ ആരോമൽ തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആണ്. ഡു യു വാണ്ട് ടു ആഡ് സംതിങ്? I'll still continue to be health conscious and I'll influence her journey. That's a great thing. That is how you want to be, അല്ലേ? അപ്പോൾ ഒരാൾ ഇപ്പോൾ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ you want your partner to do that as well, so that രണ്ടുപേരും ഒരു healthy life lead ചെയ്യും, അല്ലേ? Alright. So now moving on with the next question. Who is never wrong? This is a very tricky question. Who is never wrong? That is, ഈ ഒരു person എപ്പോഴും റൈറ്റ് ആയിരിക്കും. Whether it's any situation you take, this person is always right. നവ്യ ഇവിടെ ചീറ്റ് ചെയ്തു അല്ലേ? നവ്യ തിരിഞ്ഞു ഇല്ല, കറക്റ്റ് ആണ്. She was going to say something. Yeah, please share it. We'll make us fight now. Yes, she's like ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ രണ്ടുപേരുടെയും ഫസ്റ്റ് ഫൈറ്റ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു എ ഫണ്ണി വൺ ദെൻ. ഹൂ ക്രാക്സ് ദി ലേമസ്റ്റ് ജോക്ക്? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ ചളി ഓർ വളിപ്പൊക്കെ പറയുന്ന ആള് ആരാണ്? ആരോമൽ. എന്തിനായിരുന്നു അല്ലേ? ആരോമലാണോ? രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ആരോമലാണെന്നാണ്. അല്ല, അതെ, she also knows that it's you. I think that's what cracks her up, so she likes when they lose. Let me just ask, ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ പ്രിയപ്പെട്ട ആരോമൽ ഹിയർ, ഹിസ് ഹാൻസം, ഹിസ് സ്വീറ്റ്, അല്ലേ? നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് there might be some reasons or there might be something for you to choose him as your partner, right? അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ്, why do you love him, or എന്തുകൊണ്ടാണ് ആളെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് ചൂസ് ചെയ്തത്? ആരോമൽ ഭയങ്കര കൂളും ഒരു ഈസി ഗോ പേഴ്സൺ ആണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര ആങ്ഷ്യസും ടെൻസ്ഡ് ആയിട്ടുള്ള. അപ്പം എനിക്ക് എപ്പോഴും ടെൻഷൻ വരുമ്പം എന്നെ കൂൾ ചെയ്യാനായിട്ടുള്ള ഒരാളെ തന്നെയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഈസ് എ റൈറ്റ് പേഴ്സൺ ഫോർ ദാറ്റ്. Can we have a round of applause for that? And what about you, Aroman? Why did you choose this beautiful lady here as your life partner? Because she said that I'm laid back, I need some fire in my life. So she's the fire. So he's cool and she's hot, so which makes them a perfect couple together. Okay? So nalluru kaide samanikaavo for this perfect couple here. So now we are going for the last question here. Who is the better dancer? Can you turn around and check? Is it correct or no? Yes? But do you want to see, Navya dancing? Navya's like, no. Yes? She should. Okay, so do you know the basic rule of marriage? I mean, married but still you're going to start this beautiful life together. So, marriage in the you have to share everything with your partner, right? Sandosha aanengilum sangadam aanengilum endu emotions aanengilum married people ivide kore perundu and share cheyanonnanu. Appo pani kittumbo adum kude share cheyanam. So ladies and gentlemen, we're going to witness our dearest couples dance together. Good to go? Excited ആണോ? ഇങ്ങനൊരു പണി ആരോമലിന് തിരിച്ചു കിട്ടും. ഇല്ല, just kidding. നമ്മൾ ജസ്റ്റ് ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. യു നീഡ് നോട്ട് ഡാൻസ്, ജസ്റ്റ് എൻജോയ് ഇറ്റ്.
even if you hold her hands and just to 2 step ഇങ്ങോട്ടും അങ്ങോട്ടും വെച്ചാലും we are more than happy. 2 സ്റ്റെപ്പ് മതി, 2 സ്റ്റെപ്പ് പോരെ? ഓക്കെ ആണോ? ഒരു നല്ലൊരു കൈഡി സമ്മാനിച്ചൊന്ന് സപ്പോർട്ട് ചെയ്താലോ? You can please wear your sandals back. We're going for a romantic song, though. Yes, I think the song is ready. Let's show the one, guys. Come on, nallil guys. कच्ची डोरियों से मैनों को बांध ले, पक्की यारियों में बांधे ना फासले, नाराजगी कागजी सारी तेरी मेरे सोनिया सुन ले मेरी दिलिया दिला, करांगे नाल नाल बैठे अख नाल अखू मिला के दिलिया दिला, करांगे रोज रोज बैठे सच्चियां मोहब्बतां निभा के सजाए मैनू Thank you so much. It was a lovely performance. Thank you so much, guys. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിരിം ചിരിം മരതകമഴമൊഴിയിലേക്കയാ, മനസ്സുകളുടെ കുളിരരുവികളിൽ ചിരിം ചിരിം മരതകമഴമൊഴിയിലേക്കയാ,
for that was a surprise performance from the friends and family over here. So can we have a big round of applause for this fantastic performance? Thank you so much, guys, for this awesome surprise. അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തത് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് കേട്ടോ. വി ഗോയിങ് ടു ഹാവ് ദി മ്യൂസിക്കൽ ചെയർ. റൈറ്റ് നൗ വി നീഡ് ഫ്യൂ പാർട്ടിസിപ്പൻസ് ഹിയർ ആൻഡ് അത് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണ്. 5 strong team members from a bride side and 5 from the groom side. Any active team member can join. And what about the groom's family? We need 5 from the groom's family as well. പറയട്ടെ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഐ ബി ആസ്കിങ് യു ഗൈസ് ടു ബ്രിങ് മീ ആൻ ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് തരാൻ പറയും. ഫോർ എക്സാമ്പിൾ ഐ മൈ ബി ആസ്കിങ് ഫോർ എൻ ഇയറിംഗ്, എ ബ്യൂട്ടിഫുൾ ഇയറിംഗ്. സോ യു ഹാവ് ടു ഗോ ദേർ, സെർച്ച് ചെയ്യുക, കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുക. ഒളിപ്പിച്ച് വെച്ചേക്കുന്നല്ല, ആരുടെയെങ്കിലും ചെവിയിൽ പറിക്കരുത്. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മേടിച്ചിട്ട് കൊണ്ടുവന്ന്. റെഡി? നമ്മൾ ഒരു ചെയർ റിമൂവ് ചെയ്യും. ദി ഫസ്റ്റ് ഐറ്റം ദാറ്റ് ഐ നീഡ് ഇസ്, റെഡി? I need a white kerchief. ഓടിക്കോളൂ, white kerchief. White kerchief കിട്ടിയാൽ you can be seated here. White kerchief. എല്ലാവരും കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കുറച്ച് ബുദ്ധിമാന്മാരുണ്ട് ഇവിടെ. ടിഷ്യൂ, നാപ്കിനും, വെറ്റ് വൈപ്സും, കുട്ടികളുടെ വെറ്റ് വൈപ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നോ വറീസ്. ഞാൻ പറഞ്ഞത് കർച്ചീഫ് ആണെങ്കിലും ലൈക്ക് എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് കുറച്ച് ആൾക്കാർ വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാണ് ഇവിടെ. യു ക്യാൻ പ്ലീസ് റിട്ടേൺ ദി കർച്ചീഫ്സ് ആൻഡ് കം ബാക്ക്. എനിക്ക് വേണ്ടത് ഒരു ബ്രൗൺ ബെൽറ്റ് ആണ്. ഓ, ബെൽറ്റ് എനിക്ക് തോന്നുന്നു ടഫായിരിക്കും കിട്ടാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഏത് ബെൽറ്റ് വേണമെങ്കിലും കൊണ്ടുവന്നുള്ളൂ കേട്ടോ. കാരണം ഇന്ന് എല്ലാവരും കുർത്തയും പൈസകളൊക്കെ ആയതുകൊണ്ട് എനി ബെൽറ്റ് വിൽ ഡു, എനി കളർ ബെൽറ്റ്. ബെൽറ്റ് ഏത് കളർ വേണമെങ്കിലും ആവാം കേട്ടോ. എനിക്ക് ബെൽറ്റ് മാത്രം മതി. എനി കളർ വിൽ ഡു. ഐ നീഡ് എ ബെൽറ്റ്, ദാറ്റ്സ് ഓൾ. ഫോട്ടോഗ്രാഫർ ചെയ്യുന്നവർ എന്താവും ചോദിക്കുന്നു. സോ ആദ്യം നിങ്ങൾ താങ്ക്സ് പറയേണ്ടത് ഇവിടെ ബെൽറ്റ് തന്ന് സഹായിച്ചവരോടാണ് കേട്ടോ. പാൻറ് പിടിച്ചു നിന്നോളൂ, ബെൽറ്റ് ഇപ്പൊ തിരിച്ചു വരും. ആൻഡ് ഐ ഹാവ് ടു സേ, ഇത് എന്താണ് ഈ സാധനം? നമ്മുടെ ഫോട്ടോഗ്രാഫി ടീമിൽ അല്ലേ? ഓക്കെ, ഇത് കളർ കറക്റ്റ് ആയിട്ട് പറയാണ്ടോ. ഇത് കുറെ കളേഴ്സ് ഉണ്ടാവും, ഐ മീൻ കുറെ എണ്ണ ഉണ്ടാവും ഈ പെർട്ടിക്കുലർ കളറിൽ. ഐ നീഡ് എ ബ്ലാക്ക് ഷൂ. Black shoe. First row പറ്റില്ല. ബാക്കിലേക്ക് പോകും. I'm so sorry. നമുക്ക് ഓൾറെഡി ചെയർസ് ഇവിടെ ഫുള്ളായി. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഇത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിരിക്കാം. സോ അടുത്തതായിട്ട് ബി കെയർഫുൾ. I need a mobile phone. Mobile phone. ഇല്ല, ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഫസ്റ്റ് വന്ന് മേടിക്കാൻ പാടില്ല. ഫസ്റ്റ് വന്ന് മേടിക്കാൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് വന്ന് മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നോ വറീസ്. ഇനി എഴുന്നേറ്റോളൂ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. Before that, let me just take the count. How many people from the bride side? From the groom? ബ്രൈഡും ഗ്രൂമും രണ്ട് കൂട്ടരാണോ? ബ്രൈഡിന്റെ നവ്യയുടെ സൈഡിൽ നിന്ന് എത്ര പേരുണ്ട്? ഗ്രൂമിന്റെ ആരോമലിന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, നവ്യ ആൻഡ് ആരോമൽ, are you guys seeing this? We have 1 2 3 4 5 people from the brides. നവ്യയുടെ സൈഡിൽ നിന്ന് ആരും ഔട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് 4 പേര് ഔട്ട് ആയിരിക്കാണ്ടോ. I'm so sorry ആരോമൽ, you only have 1. പക്ഷേ she is the strongest contestant. അപ്പൊ can we have a round of applause for team ആരോമൽ? Only for team Aromal. And what about team Navya? Okay. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ
ഫോൺ ഉണ്ട് അല്ലെ, ആ ഫോണിന്റെ ഓണറിന്റെ കൂടെ, ഐ മീൻ ദർ ഇസ് ആൻ ഓണർ ഫോർ ദിസ് ഫോൺ, അപ്പൊ ആളുടെ കൂടെ പോയി സെൽഫി എടുത്തിട്ട് വേഗം വന്നിരിക്കാം. വേഗം വേഗം വേഗം, you have to take a selfie and come back. You have to show me the selfie very fast. താഴെ വീഴുന്നത്, please be very careful. You only have one more chair. You only have one more chair. അപ്പൊ ആരാണ് ഔട്ട് ആയത്? ഒരാള് നബിയുടെ ഫാമിലിയിൽ ഒരാള് ഔട്ട് ആയിരിക്കാണ്. യെസ്, നല്ലൊരു കഴിവ് പറയാമോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. And now can you please show us the selfie as well? Alright, that's so sweet. Ghost വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അടുത്ത്. Just kidding, blur ആയതാണ്. പക്ഷെ കുഴപ്പമില്ല. Okay, well done guys. ടയേർഡ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു ഡ്രിങ്ക് എടുത്ത് വന്നോ. I need a drink. കുടിക്കണം ഫുള്ള് കുടിക്കണം. അപ്പൊ ഒഫീഷ്യലി ആരോമയുടെ ടീം മൊത്തം ഇവിടെ വൈപ്പ് ഔട്ട് ആയിരിക്കുകയാണ്. ഒന്നുമില്ല, ബാക്കി ആരുള്ള ഇവിടെ എല്ലാരും നവ്യയുടെ ടീമാണ്. സോ ഇനി ഇൻഡിവിജ്വലി ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒരു 500 രൂപ മതി. ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്? ഇനി ഗസ്, വൈൽഡ് ഗസ്. അദ്വൈത്. ഓക്കെ, അദ്വൈതിനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാരംഗിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്വൈത് ആൻഡ് സാരംഗ്. അപ്പൊ മറ്റേ പാവൻ ചേട്ടനാണ് നിൽക്കേണ്ടത്. ആളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ? പെർഫോമൻസ് വെച്ചിട്ട് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അടുത്ത ഒരു ഐറ്റം എനിക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐ നീഡ് an ആധാർ കാർഡ്. ഒറിജിനൽ ആധാർ കാർഡ് വേണം കേട്ടോ. പതുക്കെ താഴെ വീഴുന്നത് പ്ലീസ്. ഓൾ റൈറ്റ്. യെസ്, മിസ്റ്റർ വിനോദ് ആൻഡ് മിസ്റ്റർ ചന്ദ്രശേഖരൻ, രണ്ടുപേരുടെ ആധാർ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ പ്ലീസ് ഹാൻഡ് ഇറ്റ് ഓവർ. ലാസ്റ്റ് ഒരു ഇതാണ്, 2 ഓപ്ഷൻസ് തരാം. ഈസി വേണോ അതോ ടഫ് വേണോ? ഡെഫിനറ്റ്ലി ടഫ്. ശ്രീലക്ഷ്മി ആണ് ഈ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, സോ വി ഡോണ്ട് നീഡ് ദി ചെയർസ് എനിമോർ. ഓക്കെ, സോ ഗൈസ്, ഇവരുടെ സ്ട്രെങ്ത് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും? അല്ല, പുഷപ്പ്. മാക്സിമം നമ്പർ പുഷപ്പ് വേണോ വേണ്ടയോ? ഈ ചെറിയ സാധനം ഉണ്ടല്ലോ, പുഷപ്പ് വേണോന്നാണ് പറയുന്നിട്ടുള്ളത്. പുഷപ്പ് വേണോ? അപ്പൊ പുഷപ്പാണ്. ഓക്കെ ആണോ? Guys, can you please show them up? Ready? 1, 2, 3, go! Come on, kaiyedikku, come on. Korchu നേരം കൂടി we can do it, come on. Alright, so ladies and gentlemen, I have the winner. നമ്മുടെ ഈ റെസ്ലിംഗ് ഒക്കെ കാണുമ്പോൾ നോക്കാറില്ലേ, കൈ പിടിച്ചിട്ട് ആരാണെന്നുള്ളത്. യെസ്, അതാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ആരായിരിക്കും? So the winner is Advait. അപ്പോൾ congratulations. Actually Advait ഫസ്റ്റ് വിൻ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു. I thought he will be the winner. പക്ഷേ അദ്ദേഹം 30 പുഷപ്പാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്വൈത് 38 പുഷപ്പ് ആണ് ചെയ്തിട്ടുള്ളത്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. So let us welcome both these lovely people on stage for the next performance. Hope you all enjoy it. Jump
चमकना बड़ी झुली रहती डोरों की सुट पटारा लटकना हाँ भली शिराई भली कराई कुट में प्यारा चमकना बड़ी झुली रहती डोरों की सुट पटारा लटकना एक टोली में खर्च जरा 4,000 एक टोली में खर्च जरा 4,000 अरे चुनरी तेरी हाय हाय चुनरी तेरी चमकेगी गुलाबी शरारा चुनरी तेरी चमकेगी गुलाबी शरारा चुनरी तेरी चमकेगी गुलाबी शरारा अरे झुम्मला के में सुवारंगी जपारा झुम्मला के में सुवारंगी जपारा अरे चुनरी तेरी हाय हाय चुनरी तेरी चमकेगी गुलाबी शरारा अरे चुनरी तेरी चमकेगी गुलाबी शरारा 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 നമ്മുടെ കഴിവുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇറ്റ് വാസ് സോ വെരി സ്പെഷ്യൽ ആൻഡ് സ്പെഷ്യലി ദിസ് വാസ് ഡെഡിക്കേറ്റഡ് ടു യു ബോത്ത് കേട്ടോ. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തെങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. സോ ഒരു 2 വാക്കുകൾ ബിക്കോസ് യുവർ സ്പെഷ്യൽ നോ വറീസ്. അപ്പോൾ എന്തായാലും നല്ല ഒരു ഹാപ്പി ലൈഫ് വിഷ് ചെയ്യാണ്. മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് ഷീൽ ബി സേയിങ് ഫ്യൂ വേർഡ്സ് വിത്ത് us. താങ്ക് യു സോ മച്ച് ആശാ. യു കൻ പ്ലീസ് ഗോ ബാക്ക്. താങ്ക് യു. ബെസ്റ്റ് ഫ്രണ്ടാണ് വന്നിരിക്കുകയാണ് ആൻഡ് യു ആർ സൂപ്പർ എക്സൈറ്റഡ് ടു ബി ഹിയർ അല്ലേ? സോ ക്യാൻ യു ജസ്റ്റ് സേ ഫ്യൂ വേർഡ്സ് ടു ദം? We are so happy for you. And I don't know if you're the best, you know that. And you're so lucky to have her in your life. We hope you'll take care of our beloved Navya. So the thing is that we have planned a very cute surprise for you. So yeah. Impromptu ആണ് അധികം കൊറിയോഗ്രാഫി ഒന്നും ഇല്ല. അലപ്പ് ഡാൻസാണ്. സോ പ്ലീസ് ബെയർ വിത്ത് us. നാട്ടുകാരെ ഉറപ്പിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. അതാരാ അങ്ങനെ ഒരു പോയി വിട്ടത്? രമണി, നീയാണോ പോയി വിട്ടത്? സത്യം പറഞ്ഞ ആരത്ര വലിയ പോയി വിട്ടത്? അതിങ്ങനെ പേടിച്ചാണ് കളിക്കണേ. ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘാത്.
enjoy the life. That's it. Love you. യെസ്, അപ്പൊ എന്തായാലും എല്ലാവരുടെയും വിഷസ് ഇവിടെ അവർ നൽകിയിരിക്കുകയാണ്. വി ആർ സോ ഹാപ്പി അല്ലെ, ഇത്രയും നല്ല ഒരുപാട് വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാനും സ്നേഹമൊക്കെ അറിയിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഹൽദി സെറിമണി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ്, ഇത് ഹൽദി ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് വൺ ഫൈനൽ ഡാൻസ് പെർഫോമൻസ്, റൈറ്റ്? दिखाने जाएगी होश उड़ाने वाली शौक नजर के जो पेच लड़ाने जाएगी अरे बहन के चुले से मर कहना तेज हवा से बच के रहना गिर जाए तो फिर न कहना झूठा गिरा दे What you got? What you got? What you got? മോഹിപ്പിക്കും പെണ്ണാണ് മണിമാനത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണ് താരം പെണ്ണിനെ കണ്ടാലമ്പും വില്ലും വച്ചേ അതിലൂടെ കണ്ണൻ ചിക്കാൻ പോരും മച്ചാണ് നെഞ്ചോരണ്ടോളെ ചുട്ടോറും ശീലുണ്ട് കണ്ടാലും പൂരൂപം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ല കട്ടാറുണ്ട് കണ്ണേ പണ്ടൽ തട്ടിപ്പക്കും മുട്ടിക്കൊണ്ട് ചുറ്റി കാട്ടിക്കും നേരം വന്നിച്ചു കണ്ടില്ല हवाले है ये जिंदगी मेरी, तेरे उजाले से सब राहें हैं यहाँ। अपने नसीब का मैं बादशाह नहीं, तू मेरी शाम है, तू ही मेरी सुबह। तूने कहा मैंने सुन लिया, तूने कहा मैंने सुन लिया, तूने कहा मैंने सुन लिया, तूने कहा मैंने
गया। शोर आया ऐसे तो तू बेफिक्र है क्यों? शर्माई मंजिलें तू बेखबर है क्यों? रंगों से दोस्ती है मैंने भी करी, क्या है तू सोचती मुझको भी तो बता। तूने कहा मैंने सुन लिया, तूने कहा मैंने सुन लिया, तूने कहा मैंने सुन लिया, तूने कहा मैंने सुन लिया। फिकर के दिन और रातें ढल गया। हमरी से परनीत आ जाओ ना तो सही, ऐसी मन की है सच्ची तुम हो सितारों की भरी हुई गलती। सॉरी हम